തീർച്ചയായും. നിർമ്മൽ, എന്താണ് താങ്കൾ കാണുന്ന ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്? കാരണം അമേരിക്ക ഇനിയും ഞങ്ങളുടെ ലക്ഷ്യം സാധിച്ചു എന്ന് പറയുന്നു, വിജയകരമായി ഞങ്ങളുടെ വിമാനങ്ങൾ തിരിച്ചെത്തി എന്ന് അവകാശം ഉന്നയിക്കുന്നു. ഫോർദോ തകർത്തു എന്ന് ഉള്ള ട്രംപിൻ്റെ ട്വീറ്റൊക്കെ ഉണ്ടായിരുന്നു, അത് പിന്നീട് പിൻവലിച്ചതാണ് എന്നൊക്കെയാണ് അൽ ജസീറ മറ്റും റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ പറയുന്നു കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല, തങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയുന്നു. ഇനിയും അമേരിക്ക തങ്ങളുടെ ലക്ഷ്യം സാധിച്ച് പിന്മാറിയെന്ന് പറയുമ്പോൾ ഇനിയും അവർ ആക്രമണത്തിന് മുതിരില്ല എന്ന് കരുതണോ? ഇറാൻ്റെ ഇപ്പോഴത്തെ തൽക്കാലത്തെ ഒരു സൈലൻസ് അത് ദീർഘകാലം നീണ്ടു നിൽക്കണമെന്ന് കരുതണോ? ഇല്ല, അമേരിക്ക ഒരുപക്ഷെ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. കാരണം ഞാൻ പറയാൻ കാര്യം, കഴിഞ്ഞൊരു 14 ദിവസം കൊണ്ട് തന്നെ ഖത്തറിൽ നിന്നൊക്കെ എയർബേസിൽ 40ഓളം എയർക്രാഫ്റ്റുകൾ അമേരിക്ക മാറ്റിക്കഴിഞ്ഞു. സിറിയയിലുള്ള 2 യൂണിറ്റ്സ് നിന്ന് മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു. അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നത് അമേരിക്ക ഇത് പ്രതീക്ഷിച്ച് ഇരിക്കുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അൺഫോർച്ചുനേറ്റ്ലി ഇറാന്റെ അവസാനമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഇപ്പോൾ നിൽക്കുന്ന, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വീക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അവരുടെ യൂഷ്വലി സഹായത്തിന് എത്തുന്നത് നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ HHH, അതിൻ്റെ അകത്ത് ഹെസ്ബുള്ള അത്യാവശ്യം കഴിഞ്ഞ 1.5 വർഷത്തെ യുദ്ധത്തിലൂടെ അത്യാവശ്യം വീക്ക് ആയിട്ടുണ്ട്. ഹമാസ് ഓൾമോസ്റ്റ് ഇല്ലാതായിട്ടുണ്ട്. പിന്നെ പോയിട്ട് ഹൂത്തികൾ മാത്രമേ ഉള്ളൂ. മറ്റൊരു രാജ്യവും മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളോ ഒന്നും തന്നെ ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. സോ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ ബേസുകൾ, നേരത്തെ പറഞ്ഞ ഇറാൻ ഒഴിച്ചുള്ള ഏകദേശം 20ഓളം ബേസുകൾ അവിടെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും അറ്റാക്ക് വന്നാൽ, അവരുടെ ട്രൂപ്പുകളെ ബാധിച്ചാൽ, അവരുടെ അസറ്റ്സിനെ ബാധിച്ചാൽ തീർച്ചയായിട്ടും അമേരിക്ക ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തിന് ഇസ്രായേൽ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു യുദ്ധം അമേരിക്ക തുടങ്ങിയത്, ഇസ്രായേൽ തുടങ്ങിയതും പറഞ്ഞത് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പരിപാടി നിർത്തുക, അവസാനിപ്പിക്കുക എന്നാണ്. അതായിരുന്നു അഗ്രിമെന്റിൽ ഇവർക്കൊരു പാളിച്ച വന്നത്. പക്ഷെ ഈ പറയുന്ന രീതിയിൽ ഫോർഡോയിൽ അടക്കം എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്, തകർത്ത് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പിന്മാറാം. പക്ഷെ പിന്മാറാതെ മുന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറാന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതാക്കാനും ഒരുപക്ഷെ റെജീം ചേഞ്ചിനും, പക്ഷെ അതൊരു അൺലൈക്ലി പോസിബിലിറ്റിയാണ്. കാരണം റെജീം ചേഞ്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനായിരിക്കും ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇറാന്റെ അൺഫോർച്ചുനേറ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ഈസ്റ്റേൺ രാജ്യം, പ്രത്യേകിച്ച് ഈ സുന്നി ഷിയ സ്പ്ലിറ്റ് ഉള്ളത് കൊണ്ടും മറ്റ് രാജ്യങ്ങൾ, ഇപ്പം സൗദി അറേബ്യയിലും ബഹ്റിനിലും ഒക്കെ അവർ പണ്ട് ഷിയ സുന്നി സ്പ്ലിറ്റ് ഇന്റേണലി ഉണ്ടാക്കാൻ നോക്കി. കാരണം ബഹ്റിനൊക്കെ ഷിയ മെജോറിറ്റി കൺട്രി ആണെങ്കിലും സുന്നി റൂളേഴ്സ് ആണ് അവിടെ. സോ അങ്ങനെയൊക്കെ ശ്രമിച്ച സ്ഥിതിക്ക് ഒരു മിഡിൽ ഈസ്റ്റേൺ രാജ്യം അവരുടെ സഹായത്തിന് എത്തുമെന്ന് തോന്നുന്നില്ല. സോ ഇപ്പോൾ ഇറാൻ ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷിയേഷൻ ടേബിളിലോട്ട് തിരിച്ചു പോവുക. ഇപ്പൊ ഇവര് പറയുന്ന അനുസരിച്ചാണ് യാതൊന്നും ബാക്കിയില്ല. പിന്നെ നേരത്തെ ശ്രീ ബൈജു തെറ്റ്ല പറഞ്ഞതിനോട് ചെറിയ എതിർപ്പ് എനിക്കുള്ളത്, 1.5-2 മാസത്തോളമായി നെഗോഷിയേഷൻ പോകുന്നു. അതിൻ്റെ അത് പലതവണ സ്റ്റോൾ ചെയ്തത് ഇറാനാണ്. പലതവണയും ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് മാറി നിന്നത് ഇറാനാണ്. അന്ന് തന്നെ ട്രംപ് പറഞ്ഞിരുന്നു ഇതിനൊരു ഉത്തരം വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. പിന്നെ നേരത്തെ ശ്രീജിത്ത് പണിക്കരും ചൂണ്ടിക്കാട്ടി. കാരണം ഈ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ പോലെ അല്ല. അവരുടെ റൈവലറി എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. അത് പബ്ലിക് സ്പീച്ചുകളിലും റാലികളിലും മറ്റും വിളിച്ചു പറയുന്ന കാര്യമാണ്. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ദി ജ്യൂസ്, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് വിളിച്ചു പറയുന്ന ഒരു സ്ലോഗനാണ്. അത് പബ്ലിക്ലി അവർ വിളിച്ചു പറയുന്നു. അങ്ങനെ ഒരു രാജ്യം, അതേപോലെ ഈ ഹൂത്തികളെയും ഹെസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദിനെയും ഷിയ മിലീഷ്യാസിനൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന രാജ്യം, അങ്ങനെയുള്ള രാജ്യത്തിന്റെ കയ്യിൽ ഒരു ന്യൂക്ലിയർ കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും എന്നുള്ളൊരു അൺസർട്ടനിറ്റി ആണ്. സോ അതുകൊണ്ട് ഇവിടെ ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ല, യുദ്ധം മുന്നോട്ട് പോകണമെന്നല്ല പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഐഡിയൽ സിറ്റുവേഷൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം മുട്ടുമടക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇറാന്റെ ഇതുവരെയുള്ള ആക്ഷൻസ് വെച്ച് നോക്കിയിട്ട് അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു സിനാരിയോ, അങ്ങനെ ഒരു സിനാരിയോ ആണ് പീസ്ഫുൾ ആയിട്ടൊരു നെഗോഷിയേഷനിലോട്ട് പോകണമെങ്കിൽ അത് ഈ 2 ദിവസങ്ങളിൽ സംഭവിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നീണ്ടുപോകും. ഈ നിർമ്മല നേരത്തെ ബൈജു പറഞ്ഞ മറ്റൊരു ബൈജു തെറ്റാല അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ US-മായുള്ള ചില ആണവ ചർച്ചകൾ അത് ആരംഭിച്ചിരുന്നു ഇറാൻ്റെ ഭാഗത്ത് നിന്ന്. അതൊരു കോംപ്രമൈസിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഒരിക്കലും ഇസ്രായേൽ ആഗ്രഹിക്കാത്ത തരത്തിലായിരിക്കാം. സാങ്ഷൻസ് ഒക്കെ നീക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും അവർ തമ്മിൽ ധാരണയിലെത്തുക എന്ന് പറഞ്ഞ് ഇസ്രായേൽ താല്പര്യപ്പെട്ടിരുന്നില്ല. ഇത് ഈ ആക്രമണം ആരംഭിച്ചത് ആരുടെ താല്പര്യത്തിലാണ് എന്നത് ഇപ്പോഴും ഒരു ചർച്ചയായി നിൽക്കുകയാണ്. അമേരിക്കയുടെ പിന്തുണ ആദ്യം മുതലേ ഉണ്ട് എന്ന് പറയുമ്പോഴും അത് പൂർണ്ണമായും അങ്ങനെയാണോ? ഈ ചർച്ചകൾ അതിൻ്റെ വിജയം കണ്ടെത്താതിരിക്കാനുള്ള ഇസ്രായേലിൻ്റെ തന്ത്രമാണോ? നേരത്തെ ശ്രീ ബൈജു ഒക്കെ വിശേഷിപ്പിച്ചതുപോലെ വളരെ നയതന്ത്രജ്ഞതയുള്ള ഒരു നേതാവിൻ്റെ ടാക്ടിക്സ് ആണോ എന്നൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ടി വരും. ഇല്ല, അവിടെ ഒരു പ്രത്യേകത, ഈ ഒരു ചർച്ചയിൽ ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് ക്ലിയർ ആകും. കാരണം ട്രംപ് പറഞ്ഞത് 2015 ഒബാമ എൻറ്റർ ചെയ്ത പോലെ JCPOയ്ക്ക് സിമിലർ ആയിട്ട് അഗ്രിമെന്റ് എൻറ്റർ ചെയ്യാം, പക്ഷെ സാങ്ഷൻസ് നീക്കണമെങ്കിൽ 4 കാര്യങ്ങൾ അഗ്രി ചെയ്യണമെന്ന് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു. അതിൽ ഒന്നാണ് യുറേനിയം എൻറിച്ച്മെന്റ് പ്രോഗ്രാം കംപ്ലീറ്റ്ലി റോൾ ബാക്ക് ചെയ്യണം. ബലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം ഞങ്ങൾക്ക് റിവ്യൂ ചെയ്യാനുള്ള അവകാശം വേണം. പിന്നെ നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ ഓഡിറ്റുകളൊന്നും വ്യക്തമായിട്ട് നടന്നില്ല.
അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുള്ള എൻറിച്ച്മെന്റ് പ്ലാന്റുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഏത് സമയത്തും ഞങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം വേണം. കൂടാതെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന മിലീഷ്യാസിനെ ഒന്നും ഒരു രീതിയിലും ഇതുകൊണ്ട് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള ഉറപ്പും വേണം. ഈ 4 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞാണ്. അതുകൊണ്ടാണല്ലോ ഇറാൻ ഇത്രയും നീട്ടിക്കൊണ്ട് പോയത്. അവർക്ക് താല്പര്യമില്ലായിരുന്നു സൈൻ ചെയ്യാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും തുടക്കം മുതലേ അമേരിക്കയുടെ പിൻബലം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല കാര്യങ്ങളും നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാനും സാധിക്കും. അതാണ് സാഹചര്യം. ശ്രീ ബൈജു തിട്ടാല അതിന്